ഗൈസ് ഇത് ഡൗൺലോഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. നേരെ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് ബ്രൗസറാണോ വേണ്ട ഒരു ബ്രൗസർ സിംപ്ലി സെലക്ട് ചെയ്ത് കൊടുക്കുക. സിംപ്ലി സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരെ ഒരു ബ്രൗസറോട് റീഡയറക്റ്റ് ആവുന്നതായിരിക്കും. അവിടെ നമുക്ക് കുറച്ച് വെയിറ്റിംഗ് എന്ന് കാണിക്കാൻ വേണ്ടി താഴെ ഡൗൺലോഡ് എന്ന ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ജസ്റ്റ് ഇങ്ങനെ ഡൗൺലോഡ് എനിവി എന്ന ഓപ്ഷൻ പറഞ്ഞ് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് അവിടെ നിങ്ങൾ ഡൗൺലോഡ് ആയതിനു ശേഷം ആ ആപ്ലിക്കേഷൻ സിമ്പിൾ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. നമ്മുടെ യോനോ ഗെയിംസ് നമുക്ക് ഇടലും ട്രിക്കാണ് ഇപ്പോൾ നമ്മൾ നോക്കാം. നിങ്ങൾ അവരുടെ വീഡിയോ കണ്ട് വന്നവരായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് ഗെയിംസ് ഉണ്ട്. സെക്ഷനിൽ ഒരുപാട് ഗെയിംസ് നിങ്ങൾക്ക് ഇതൊക്കെ ഏത് ഗെയിമാണെങ്കിലും കളിക്കാൻ നിങ്ങൾക്ക് 7/1 സ്ലോട്ട്സ് ഉണ്ട്. അതുപോലത്തെ നമ്മുടെ ഈ ഒരു ഗെയിംസ് ഉണ്ട്, നമ്മുടെ ആവിയേറ്റർ ടൈപ്പ് ഗെയിംസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് അവൈലബിൾ. നിങ്ങൾക്ക് ആവിയേറ്റർ ഗെയിംസൊക്കെ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. ആവിയേറ്ററിൽ ഒരു ട്രിക്ക് ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു. ഏകദേശം എനിക്ക് തോന്നുന്ന ഈ ഒരു ട്രിക്ക് ഞാൻ ഓൾറെഡി മുമ്പ് പറഞ്ഞതാണ്, അതിൽ ആരും ശ്രദ്ധിക്കാത്തതാണ് കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. കാരണം നമ്മളെ റോയൽ ടേക്കോയുടെ വീഡിയോ കണ്ട ആൾക്കാർക്ക് ആ ഒരു ട്രിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. കുറച്ച് പഴയ ട്രിക്കാണ്, നിങ്ങൾക്ക് ഏകദേശം എല്ലാ ആൾക്കാർക്ക് അറിയും. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് ഗെയിംസാണ്. നമുക്ക് ഇവിടെ 1, 2, 3 ഇവിടെ മൂന്നാമത്തെ ഇവിടുന്ന് സെക്കൻഡ് ലാസ്റ്റ് നിന്ന് രണ്ടാമത്തത്, ഇവിടുന്ന് നാലാമത്തായിട്ടുള്ള ആ ഒരു ഗെയിംസിൽ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ഇതാണ് വരിക, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ വിങ്കോ ലോട്ടറി എന്ന് പറഞ്ഞൊരു ഗെയിമുണ്ട്. ഇത് നല്ല കിടിലൻ ഗെയിമാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കളിക്കേണ്ടത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഒരു വിങ്കോ ലോട്ടറിയിൽ ഇപ്പം നമുക്ക് 3 സെക്ഷൻ ഉണ്ട്. നിങ്ങൾ ഏത് വേണം മാറി കളിക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്, ജസ്റ്റ് പ്ലേ കൊടുക്കുകയാണ്. അപ്പോൾ പ്ലേ കൊടുക്കുന്ന സമയത്ത് ഇപ്പം വിങ്കോ ലോട്ടറിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, സിമ്പിളായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. വേണ്ടോ 1 to 4, അതുപോലെ തന്നെ 0 to 5, പിന്നെ ഇവിടുന്ന് നമ്മൾ ആ കോയിൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ നിങ്ങൾ താഴെ നമുക്ക് 1 രൂപ, അതാണ് ഇതിൻ്റെ ഏറ്റവും ബെനിഫിറ്റ്. 1 രൂപ വരെ നിങ്ങൾക്ക് ബെറ്റ് പ്ലേസ് ചെയ്യാൻ പറ്റും. 1 രൂപ, ഓക്കെ, 1 രൂപ കിട്ടി ചെയ്യാൻ 5 രൂപ, 10 രൂപ, 50 രൂപയ്ക്ക് ബെറ്റ് പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇതിൽ ബെറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതിനുശേഷം നമ്മൾ 1 to 5 ബെറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ബോൾ കറങ്ങിയിട്ട് ജസ്റ്റ് ഇവിടെ വന്നിട്ട് വേണ്ട 3 വീണു, ഓക്കെ, 1 to 5. അപ്പോൾ ഇവിടെ അടിച്ചു. ഇവിടെ നിങ്ങളിപ്പം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു 100 രൂപ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 2.3 ഇരട്ടി കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ 0 to 0 5 വരും. അത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ 4.5 ഇരട്ടി. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഇങ്ങനെ ബെറ്റ് പ്ലേസ് ചെയ്യുമെന്ന് വിചാരിക്കുക. ഇപ്പോൾ 0 to 5 വെച്ച് നിങ്ങൾക്ക് 4 അപ്പോൾ ഇതിന് ട്രിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വേണ്ട നമ്മളിപ്പോൾ 0 to 5 1 വെച്ചു, അതുപോലെ തന്നെ 6 to ആ ഒരു ഇതിൽ അടുത്തതും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് കറങ്ങിയിട്ട് നമ്മൾ എത്തിലാണ് വരുന്നത്. അപ്പോൾ 0 to 5 വന്നാൽ വെച്ച എമൗണ്ട് പോവും. രണ്ടിലും നിങ്ങൾ തുല്യതായിട്ടുള്ള എമൗണ്ട് വെക്കുക. ഇപ്പോൾ ഉണ്ടോ 0 to 4 വന്നു, നമുക്ക് വേണ്ട എമൗണ്ട് ആണ് ഇതിൻ്റെ 2.3 ഇരട്ടി. അതായത് നമുക്ക് അതിൻ്റെ അത്യാവശ്യം നല്ലൊരു ഇരട്ടി നമുക്ക് അവിടെ വന്നിട്ടുണ്ട്. ഇരട്ടി എമൗണ്ടാണ് വരുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പം നിങ്ങൾക്ക് കുറച്ച് വലിയ എമൗണ്ട് വെച്ച് കാണിച്ചു തരാം. 0 to 5 വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അതായത് നിങ്ങളിപ്പോൾ ഒരു 10 രൂപ വെക്കുന്ന ഇതിൽ 10 വെക്കുക, ഇതിൽ 10 വെക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇതിൽ വന്നു കഴിഞ്ഞാലും ഇതിൽ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് പ്രോഫിറ്റാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാൻ പറ്റും 2725 ബാലൻസ് ഉണ്ടായിരുന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഗെയിം വിന്നായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എത്രയാണ് ഗെയിം ബാലൻസ് വരുന്നത് ജസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. ഓക്കെ, നേരെ വന്നു റാൻഡംലി എത്ര വരുന്നു നോക്കാം. 0 വന്നു കേട്ടോ. അപ്പോൾ 0 വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആ ഒരു വെച്ച എമൗണ്ട് അവിടെ ലോസ് വന്നിട്ടുണ്ട്. ഇനി അപ്പോൾ നിങ്ങളിപ്പോൾ 0 5 വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 0 1 5 വന്നതിന് ഉറപ്പായിട്ടും നല്ലൊരു പ്രോഫിറ്റ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വലിയ എമൗണ്ട് വെച്ച് കാണിച്ചു തരാം. ഒരു 50 ആയിട്ട് രണ്ടിലും വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ടൈമർ കഴിയുന്നവരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, 50 വെച്ച് ഇപ്പോൾ നിങ്ങൾ ലൈവായിട്ട് കാണിച്ച് തരുന്നുണ്ട്. വീഡിയോ കട്ടൊന്നും ചെയ്യുന്നില്ല, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങളിപ്പം 0 5 വന്നു കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി വെക്കരുത്, നിങ്ങൾക്ക് നഷ്ടം വരും. അപ്പം അത് വന്നു കഴിഞ്ഞാൽ ഒരു 5 6 തവണ വെച്ചതിന് ശേഷം നിങ്ങൾ അടുത്ത സ്ലോട്ടിലോട്ട് കയറുക. ഇപ്പോൾ നേരെ വന്നിട്ട് ഇപ്പോൾ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. നേരെ വന്ന് പോകണ്ട 4 വന്നപ്പോൾ നിങ്ങൾക്ക് നോക്കുക. നേരത്തെ 2705 ബാലൻസ് ഉണ്ടായിരുന്നുള്ളത്. നിങ്ങൾ നേരെ ഇവിടെ അതിൻ്റെ ബാലൻസ് കൂടുന്നത് കാണാൻ പറ്റും. കണ്ടോ 2716. അതായത് ഒരു 10 രൂപ എടുത്ത് 50 വെച്ചപ്പോൾ എനിക്ക് പ്രോഫിറ്റ് ഒന്നും മനസ്സിലായില്ല. നേരെ അതിന് 2.3 ഇരട്ടിയാണ് വന്നത്. ഓക്കെ, അപ്പോൾ 6 to 9 വന്നാലും 1 to 5 1 to 4 വന്നു കഴിഞ്ഞാലും നമുക്ക് നല്ല രീതി ഗെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കിപ്പം എക്സാമ്പിളായിട്ട് നിങ്ങൾക്കിപ്പം ഇതിൽ നിന്ന് ടഫാണായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നേരെ ബാക്ക് വരിക. നേരെ ബാക്ക് വന്നിട്ട് നമ്മുടെ അതിൻ്റെ സെക്കൻഡ് സ്ലോട്ടില്ലേ അതിലൂടെ തന്നെ ഇതിൽ തന്നെ നമ്മുടെ വിങ്കോ ലോട്ടറിയുടെ തന്നെ സെക്കൻഡ് സ്ലോട്ടിലോട്ട് നേരെ കയറിയാൽ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പം വിങ്കോ ലോട്ടറിയിൽ തന്നെ ഇപ്പോൾ രണ്ടാമത്തെ സ്ലോട്ടിൽ വേണ്ട ഇപ്പോൾ ആൾക്കാർ കുറവാണ്. അതിൽ നേരെ കയറുക. അതിൽ നേരെ കയറിയിട്ട് ഇതിൽ ബെറ്റ് പ്ലേസ് ചെയ്യുക. അപ്പം നിങ്ങളിപ്പം ഏതിലോട്ടാണ് വെക്കുന്നത്, ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും കുറവ് എമൗണ്ട് ഇതിൽ വെക്കാൻ പറ്റും. നിങ്ങൾക്ക് തിരിച്ചിട്ട് നല്ല രീതിക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നമ്പേഴ്സിൽ എത്തിക്കഴിഞ്ഞാൽ 9 ഇരട്ടിയാണ്. അതിൽ നിങ്ങൾ നിൽക്കരുതാണ് ഞാൻ പറയുന്നുള്ളൂ. മാക്സിമം നിങ്ങൾ
നോർമലിൽ തന്നെ വെച്ച് കളിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്കിപ്പം ഒരു രൂപ വെച്ചിട്ട് നിങ്ങൾ കുറച്ച് ഉണ്ടാക്കിയിട്ട് നല്ല അതിൻ്റെ ട്രിക്ക് മനസ്സിലാക്കിയതിന് ശേഷം ഈ 1 രൂപയിൽ നിന്ന് 10 രൂപയിലേക്കൊക്കെ 10 രൂപയിലേക്ക് പോകാം, 10, 50 50, 100, 100, 500 പോകാം. അങ്ങനെ മനസ്സിലാക്കി കളിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്നുമില്ലാതെ നമുക്ക് ഇതിൽ സൈഡിലത്തേൽ 10 വെക്കാം, മീൻസ് ഒരു എമൗണ്ട് വെക്കാം, സെയിം എമൗണ്ട് ഇപ്പുറത്തേലും വെക്കാം. അപ്പോൾ നിങ്ങൾ 2 എമൗണ്ടിലും ഏതൊരെണ്ണം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൈസാണ്. എത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇപ്പോൾ കണ്ടോ, ഞാൻ 10 രൂപ വെച്ച് ഇപ്പം 2716 2000 ഇപ്പം നമുക്കിടെ എമൗണ്ട് ഇപ്പോൾ 10 വെച്ച് എത്ര പ്രോഫിറ്റ് വരുന്നതും കൂടെ കാണാൻ പറ്റും. 719 2.35 രൂപ എക്സ്ട്രാ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഇതിൽ വരുന്നുള്ളത്. ഈ ഒരു ട്രിക്ക് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. ആ 0ഉം 5ഉം അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു 5 to ഒരു 5 ഒരു 4-5 അത്രയൊക്കെ പോയാൽ മതി. അതും ചെറിയ എമൗണ്ട് വെച്ച് കളിക്കുക. കാരണം നിങ്ങൾക്ക് സൈനപ്പ് ബോണസായിട്ട് ഒരു 20-15 ഇടയിൽ കിട്ടുന്നുള്ളൂ. എക്സ്ട്രാ നിങ്ങൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കളിച്ച് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു മെത്തേഡിൽ കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊരു ഗെയിം, നമ്മുടെ ആവിയേറ്ററിലൊരു ഗെയിമുണ്ട്. ഈ ആവിയേറ്ററിൽ നിങ്ങൾക്ക് ഒരുപാട് സ്ലോട്ട്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിലോട്ട് നേരെ വന്നതിന് ശേഷം നിങ്ങൾക്കിപ്പം ഓട്ടോ ബെറ്റ് പ്ലേസ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, അതിപ്പോൾ നിങ്ങൾക്കിപ്പം ഈ ഒരു ഓട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും കുറവിൽ ജസ്റ്റ് ഇപ്പോൾ 0.15 ബെറ്റ് പ്ലേസ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക് ക്യാഷ് ഔട്ട് ആവും. ലൈക്ക് ഉണ്ടോ, ഇപ്പോൾ നമുക്കിപ്പം അത് 0.15 പോയി. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഓട്ടോ ബെറ്റ് ക്ലിക്ക്, അത് മീൻസ് ക്യാഷ് ഔട്ടും കൂടി ക്ലിക്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ വരുള്ളൂ. ഇപ്പോൾ ഞാൻ 0.15 ഓട്ടോ ബെറ്റ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നേരെ വരുന്ന സമയത്ത് അടുത്ത ആ ഒരു 0.5 തന്നെ ആ ഒരു ക്യാഷ് ഔട്ടായിട്ട് പോകും. കേട്ടോ, ക്യാഷ് ഔട്ടായിട്ട് വന്നിട്ടുണ്ട്. അത് കറക്റ്റ് ചെക്ക് ചെയ്യുക കേട്ടോ. എങ്ങനെയാണ് നമ്മൾ ബെറ്റ് പ്ലേസ്, മീൻസ് നമ്മളിപ്പോൾ ഈ ഒരു ക്യാഷ് ഔട്ടിൻ്റെ ഈ ഒരു സെക്ഷൻ നേരെ എനേബിൾ ചെയ്തിട്ട് 0. കറക്റ്റ് ഒരു 1.5 ഒരു 1.10 വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ക്യാഷ് ഔട്ട് ആവേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾ ഡയറക്റ്റ് നേരെ പോയി കഴിഞ്ഞാൽ നോക്കുക, നമ്മളൊന്നും ചെയ്യണം, കണ്ടോ ഓട്ടോമാറ്റിക് ക്യാഷ് ഔട്ട് ആയിക്കണ്ടോ. അതായത് നിങ്ങൾ 10 വെച്ച് 11 കിട്ടി, 10 വെച്ച് 11 കിട്ടി, അങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ ലൈക്ക് ഒന്നിലൊക്കെ ഒന്നുണ്ട്, ഇതൊക്കെ നല്ല ടോപ്പായിട്ട് പോകുന്നുണ്ട്. അത് നിങ്ങൾ 2ലും വെക്കാൻ പറ്റും. ലൈക്ക് കണ്ടോ, ഇവിടെയും ഓട്ടോ ബെറ്റ് പ്ലേസ് ചെയ്യുക, ഇവിടെയും ഓട്ടോ ബെറ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ ഗെയിമിൽ 2 എമൗണ്ട് കിട്ടും. അതായത് നിങ്ങളിപ്പം ഇവിടെയും ഒരു എമൗണ്ട് ക്യാഷ് ഔട്ട് ക്ലിക്ക് ചെയ്യുക, 1 എത്രയാണോ ബെറ്റ് പ്ലേസ് ചെയ്യുന്ന ആ 1.15 അല്ലെങ്കിൽ 2ത്തിലും ജസ്റ്റ് 10 ബെറ്റ് പ്ലേസ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക് ക്യാഷ് ഔട്ട് ആവും, 2 ക്യാഷ് ഔട്ട് ആവും. ആ ഒരു സെയിം ടൈമിൽ 2 ക്യാഷ് ഔട്ട് ആവും. 2 ജസ്റ്റ് ഇങ്ങനെ വന്ന് ക്യാഷ് ഔട്ടായി കേട്ടോ, ക്യാഷ് ഔട്ടായി കണ്ടോ, 2 ക്യാഷ് ഔട്ടായി, 2 പ്രോഫിറ്റ് അവിടെ ഇൻക്രീസ് ആയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഗെയിംസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഞാൻ 1 by 1 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 1 മണിക്കൂർ ഒരു എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്ര ഗെയിംസ് അവൈലബിൾ ആണ്. പിന്നെ നമ്മളെ മെയിൻ ഗെയിംസ് ഉണ്ട് നമ്മുടെ മൈൻസിൽ. ഈ ഒരു മൈൻസിൽ നിങ്ങൾക്ക് ഐഡിയൽ ആൾക്കാർക്ക് കളിക്കാൻ പറ്റും. ലൈക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ മിനിമം 1 രൂപ വരെ നിങ്ങൾക്ക് ഇതിൽ ബെറ്റ് പ്ലേസ് ചെയ്യാൻ പറ്റും. കേട്ടോ, ഒരു 1 രൂപ വരെ ബെറ്റ് പ്ലേസ് ചെയ്യാൻ പറ്റും. ഇതിൽ നിങ്ങൾ ഈ താഴത്തെ റോ മാക്സിമം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ വരാൻ ചാൻസ് കുറവെന്നാണ് പറഞ്ഞത്. മാക്സിമം നിങ്ങൾക്കിപ്പോൾ ഈ ബെറ്റ് പ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഈ താഴത്തെ റോസിൽ ഓരോന്നോരോന്നായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെറ്റിംഗ് ചാൻസ് ഭയങ്കര കൂടുതലാണ്. പക്ഷേ അതിൽ മൈൻസ് വരാനും കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഒരു മൈൻസ് ഗെയിം ഞാൻ അങ്ങനെ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നില്ല. ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നുള്ളത് കാരണം ഈ മൈൻസ് കളിച്ചിട്ട് ഒരുപാട് പേര് എനിക്ക് പേയ്മെൻറ്റ് പ്രൂഫ് അയച്ചു തരുന്നുണ്ട്, ബ്രോ കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അത് ഒരാളുടെ നാക്കാണ്, ഒരാളുടെ ഐഡിയാസാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓരോ ഇമെയിൽ ബോണസും ക്ലെയിം ബോണസൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. ക്ലെയിം മോൾ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇങ്ങനെ നിങ്ങൾക്ക് ക്ലെയിം ബോണസ് കിട്ടുന്നുണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആരോ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ റിവാർഡ്സ് ടുഡേയിൽ നിങ്ങൾക്ക് ഓരോ ബെറ്റിങ് ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്ത് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പിന്നെ ഒരുപാട് പേര് ചോദിക്കുകയായിരുന്നു എങ്ങനെ ബ്രോ ഇതിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്. മോൾ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ തന്നെ ഒരുപാട് ക്യാഷ് ആഡിങ് ഓഫേഴ്സ് ഉണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് നോക്കാം. നിങ്ങൾക്ക് പേടിഎം ആണ് UPI ഏതാണ് സെലക്ട് ചെയ്യുന്നത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് നിങ്ങൾക്ക് എത്ര എമൗണ്ടാണ് ക്യാഷ് ചെയ്യുന്നത് ആ ഒരു എമൗണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നേരെ ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളാണ്, ഓവറായിട്ടൊന്നുമില്ല. ഇവിടെ തന്നെ ആഡ് ക്യാഷ് ഉണ്ട്. അവിടെ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. എല്ലാം നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ ഉണ്ട് 20 rupees വരെ നിങ്ങൾക്ക് ഇതിലോട്ട് ക്യാഷ് ആഡ് ചെയ്യാൻ പറ്റും. പേടിഎം ആണ് UPI ആണ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്യാഷ് ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നല്ല രീതിയിൽ കളിക്കാൻ പറ്റും. നല്ലൊരു ബെറ്റിംഗ് ആപ്ലിക്കേഷനാണിത്. നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലൈവ് പേയ്മെൻറ്റ് പ്രൂഫും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളിപ്പോൾ ആ ഒരു വീഡിയോയിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിന് ശേഷം ആ വീഡിയോയുടെ ഇടയിൽ നിന്ന് റെക്കോർഡ് ചെയ്തൊരു പേയ്മെൻറ്റ് പ്രൂഫാണ്. ഒരു ലൈക്ക് ഇതാണിത്. ഓക്കെ, അതൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കുക എങ്ങനെയാണെന്നൊക്കെ. പിന്നെ ഒരുപാട് ഗെയിംസ് ഉണ്ട്. നമ്മുടെ ഈ ഒരു വിങ്കോ ലോട്ടറിയുടെ ഗെയിം നമുക്ക് വേറെ പല ഗെയിമിൽ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് ഓരോന്ന് ഓപ്പൺ ചെയ്താൽ മതി. ഞാൻ ഏറ്റവും കൂടുതൽ കളിക്കുന്നത് ഞാൻ ഈ ക്യാഷൊക്കെ ഉണ്ടാക്കിയത് ഈ ഒരു വിങ്കോ ലോട്ടറി എന്ന് പറഞ്ഞ ഒരു ഗെയിമിൽ കളിച്ചിട്ട് തന്നെയാണ് ഏൺ ചെയ്തത്. കാരണം ഞാൻ കുറച്ച് വലിയ എമൗണ്ട് വെച്ച് കളിക്കുന്നത്. അപ്പോൾ എനിക്ക് നല്ല പ്രോഫിറ്റ് കിട്ടും. അതിപ്പോൾ ഒരു 500 ഒക്കെ വെച്ച് കളിച്ച് കഴിഞ്ഞാൽ നല്ലൊരു പ്രോഫിറ്റ് കിട്ടും. ഒരെണ്ണത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ഒരു 100 റുപ്പീസിൻ്റെ അടുത്തൊക്കെ ഒറ്റയടിക്ക് പ്രോഫിറ്റ് കിട്ടും. അത് ഞാൻ തുടക്കത്തിൽ കുറച്ച് കളിച്ചിട്ടാണ് വലിയ എമൗണ്ടിലൊക്കെ പോയത്. ഒരിക്കലും ഞാൻ നിങ്ങളുടെ തുടക്കത്തിൽ തന്നെ 100-500 വെക്കാൻ പോയത് 1 റുപ്പീസ് വെച്ച് നിങ്ങൾക്ക് അതിനെ ഒരു നാക്ക് മനസ്സിലാക്കിയെടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ആ ഒരു മെയിൻ ഗെയിമിലോട്ട് പോവുക. അല്ലാതെ ഒരിക്കലും വലിയ എമൗണ്ട് വെച്ച് ഫസ്റ്റ് കളിക്കരുത്. കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഒരുപാട് പേര് നല്ല ഹൈ എമൗണ്ട് ഒരു ദിവസം തന്നെ 1000-2000 ഏൺ ചെയ്യുന്ന ഒരുപാട് പേര് എനിക്കറിയാം. അതൊക്കെ നിങ്ങൾക്ക് ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് പ്രൂഫും കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു തരാം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുത്തി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.